ഗുഡ് മോർണിംഗ്. സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് സ്വാഗതം. സമയം 9:15 മാർക്കറ്റ് ജസ്റ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മുടെ പ്രീവിയസ് ഡേയുടെ ലിക്വിഡിറ്റി ഏരിയാസ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്യുന്നു. മാർക്കറ്റ് നല്ല ഗ്യാപ്പ് ഡൗൺ ആയിട്ട് ഓപ്പൺ ആവുന്നത്. അത് നമ്മൾ പ്രീവിയസ്ലി മാർക്ക് ചെയ്ത ലിക്വിഡിറ്റി ഏരിയൻ്റെ ഒക്കെ ഒരുപാട് താഴെയാണ്. അതുപോലെ ജസ്റ്റ് നിഫ്റ്റിയിലാണെങ്കിൽ 23,873 ഒരു ഡെയിലി IDX ഏരിയയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ അപ്പ് സൈഡിലേക്കുള്ള ട്രേഡിനാണ് ഞാൻ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. അപ്പ് സൈഡ് ലിക്വിഡിറ്റി 24,267 മുകളിൽ ഒരുപാട് മുകളിലാണ്. അപ്പോൾ അവിടെ എത്തിയാൽ ഞാൻ താഴേക്ക് നോക്കും, പക്ഷേ അത്ര മുകളിലേക്ക് എത്തുമെന്ന് അറിയില്ല. ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ നമ്മുടെ ഈ 51,693 എന്നുള്ള റേഞ്ച് ഒരു ഡൗൺ സൈഡ് ലിക്വിഡിറ്റിയാണ്. അപ്പോൾ ടാപ്പ് ചെയ്യുമ്പോൾ അപ്പ് സൈഡിലേക്കായിരിക്കും ഫസ്റ്റ് ട്രേഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുക. അപ്പോൾ അതിൻ്റെ താഴെയാണ് മാർക്കറ്റ്. അപ്പോൾ ഞാൻ മുകളിലേക്കായിരിക്കും ആദ്യത്തെ അറ്റംപ്റ്റ് നോക്കുക. ഇപ്പം അതുപോലെ 52,339 അപ്പ് സൈഡ് ലിക്വിഡിറ്റിയാണ്. അത് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ താഴേക്ക് നോക്കാം. 52,339, 369 അതൊക്കെ ഒരുപാട് മുകളിലാണ്. അവിടെ അല്ലെങ്കിൽ അവിടെ എത്തുകയാണോ അറിയില്ല. ഇന്നത്തെ ദിവസം ഇത്രയും താഴെ ആയിട്ടാണ് മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ ആയിട്ടാണ് ഓപ്പൺ ആയത്. ഏതായാലും അവസരം വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ലിക്വിഡിറ്റി ഏരിയാസ് ഒക്കെ ഇതാണ്. ഇപ്പോൾ ഡൗൺ സൈഡ് ലിക്വിഡിറ്റിന് താഴെയാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ട്രേഡ് ഇനീഷ്യൽ ട്രേഡിൻ്റെ മൈൻഡിൽ ഇപ്പം അപ്പ് സൈഡിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഏതായാലും അവസരം വരുന്നവരെ വെയിറ്റ് ചെയ്യാം. 1 മിനിറ്റിലേക്ക് നോക്കിയിട്ട് നമുക്ക് എൻട്രി നോക്കാം. ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 9:48 ആയിട്ടുണ്ട്. മാർക്കറ്റ് നമ്മുടെ ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ഏരിയൻ്റെ താഴെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് അത്യാവശ്യം ഒരു ഇന്നത്തെ ഡേ ക്യാൻഡിൽ ഇന്നത്തെ ഒരു 5 മിനിറ്റ്സ് 50 മിനിറ്റ്സിൻ്റെ ഒക്കെ ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരത്തെ ഒരു അവസരം കിട്ടിയിരുന്നെങ്കിൽ അപ്പ് സൈഡിലേക്ക് പ്ലാൻ ചെയ്യാമായിരുന്നു. അപ്പോൾ ഈ ഒരു ഏരിയയിൽ 51,341 ഒക്കെ മാർക്കറ്റ് പോയി ആ ഒരു റേഞ്ചിൽ ലിക്വിഡിറ്റി ഏരിയ ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ താഴേക്ക് വരികയാണെങ്കിൽ അപ്പ് സൈഡിലേക്ക് എൻട്രി നോക്കായിരുന്നു. പക്ഷേ നമുക്കൊരു എൻട്രി തരാതെ നേരെ പോയിട്ട് ഇന്നത്തെ ഹൈ, അതായത് ഇന്നത്തെ 50 മിനിറ്റ്സ് ഹൈ, ഇന്നത്തെ ഡേ ഹൈ നമുക്ക് ടാർഗറ്റ് വെക്കാൻ പറ്റിയ ഏരിയായിരുന്നു. അപ്പോൾ അത് എടുത്തിട്ടാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനി ഞാൻ തൽക്കാലം രാവിലെ ഞാൻ അപ്പ് സൈഡിലേക്കാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ ഇനി ഞാൻ അപ്പ് സൈഡിലേക്ക് പ്ലാന് തൽക്കാലം ചെയ്യുന്നില്ല. ഇന്നത്തെ 50 മിനിറ്റ്സിൻ്റെ ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റിയും ഫ്യൂച്ചറൊക്കെ. അപ്പോൾ നമുക്ക് ഒരു ഡൗൺ സൈഡ് എൻട്രി ചാൻസ് വേണമെങ്കിൽ നോക്കാം. ഞാൻ ഏതായാലും അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, മാർക്കറ്റ് സമയം 10:02 ആയിട്ടുണ്ട്. മാർക്കറ്റ് എന്താ പറയുക, ഒരു ഞാൻ പറഞ്ഞ പോലെ ഇന്നത്തെ നമ്മൾ ഇതുവരെ നോക്കിയിരുന്നത് അപ്പ് സൈഡിലേക്ക് പ്ലാൻ ചെയ്യാനാണ്. പക്ഷേ ഇപ്പോഴത്തെ എൻ്റെ ഒരു വ്യൂ തൽക്കാലം ഒരു ഡൗൺ സൈഡ് ഒരു കൗണ്ടർ ട്രേഡ് പോലെ നോക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. മാർക്കറ്റ് ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ഒക്കെ ടാപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ മാർക്കറ്റ് എന്താണ്, മാർക്കറ്റ് ഇന്നത്തെ 50 മിനിറ്റ്സിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് 2 പ്രാവശ്യമൊക്കെ ബ്രേക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഫ്യൂച്ചർ ചാർട്ട് ഒരു IDX ഉണ്ടാക്കി ലിക്വിഡിറ്റി ഏരിയ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു എൻട്രി നോക്കാം. 20 പോയിന്റ്സ് SL ടാർഗറ്റ് ഇന്നത്തെ ഡേയിലോ വെക്കാം, അല്ലെങ്കിൽ 100 പോയിന്റ്സ് ക്യാപ്ചർ ചെയ്യുകയാണെങ്കിൽ ബുക്ക് ചെയ്യുക. അതാണ് പ്ലാന്. നോക്കാം നമുക്ക്. ഇൻ കേസ് മാർക്കറ്റ് മുകളിലേക്ക് തന്നെ പോകുകയാണെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിക്കും. ആ ഒരു ഏരിയയിൽ എത്തിയാൽ ഞാൻ പുട്ട് ഓപ്ഷൻ എടുക്കും. ഇന്നത്തെ ആ ഒരു ക്യാൻഡലിലെ ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു പുട്ട് ഓപ്ഷൻ ഞാൻ ബൈ ചെയ്യും. നോക്കാം, വെയിറ്റ് ചെയ്യാം. 10:03 ആയിട്ടുള്ള സമയം. അത് ഇന്നത്തെ 50 മിനിറ്റ്സിലൊക്കെ ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് ഒരു ടൈപ്പ് ഓഫ് ലിക്വിഡിറ്റിയാണ്. നമ്മുടെ പ്രോപ്പർ എൻട്രി സെറ്റപ്പ് ഒന്നും അല്ലെങ്കിലും ഇതും ലിക്വിഡിറ്റിയാണ്. ലിക്വിഡിറ്റി നമ്മുടെ സെറ്റപ്പ് പഠിച്ചു കഴിഞ്ഞ ആളുകൾക്ക് മനസ്സിലാവും ഒരു ലിക്വിഡിറ്റി ഏരിയയിൽ നിന്ന് എങ്ങനെയാണ് ട്രേഡ് എടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏരിയകൾ ലിക്വിഡിറ്റി ഉണ്ടാവാം. ചില ദിവസങ്ങളിൽ വർക്കാവും, ചില ദിവസങ്ങളിൽ വർക്കാവില്ല. അത്രേ ഉള്ളൂ. നമ്മൾ പ്രോപ്പറായിട്ട് ലിക്വിഡിറ്റി ഏരിയകളാണെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഏരിയയിൽ നിന്ന് ഒരു എൻട്രി എടുക്കും. അതിപ്പം ഞാൻ പറഞ്ഞില്ലേ, ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ ഇൻഡ്യൂസ്മെൻറ്റ് സെറ്റപ്പുകൾ ആണ് ഞാൻ അധികം ചെയ്യുക. അതിന് പുറമെ പല രീതിയിലുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാം, മാർക്കറ്റ് ഈ ഇൻഡ്യൂസ്മെൻറ്റ് സെറ്റപ്പിന് പുറമെ പല ഇപ്പോൾ ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് ലിക്വിഡിറ്റി, അല്ലെങ്കിൽ രാവിലത്തെ ഓപ്പൺ ഹൈ ലോ, അതൊക്കെ വലിയ സ്ട്രാറ്റജിയാണ്. ഒരുപാട് ആളുകൾ ചെയ്യുന്ന സ്ട്രാറ്റജിയാണ്. ഫസ്റ്റത്തെ 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഹൈ ബ്രേക്ക്ഔട്ട് ചെയ്യുമ്പോൾ അപ്പ് സൈഡിലേക്ക്, അല്ലെങ്കിൽ ലോ ബ്രേക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഡൗൺ സൈഡിലേക്ക്. അതുപോലെ 5 മിനിറ്റ്സിൻ്റെ ആദ്യത്തെ 5 മിനിറ്റിൻ്റെ 5 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ ഹൈ ബ്രേക്ക്ഔട്ട് ചെയ്യുമ്പോൾ അപ്പ് സൈഡിലേക്ക് ട്രേഡ് എടുക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ ആ ഒരു ഏരിയകളൊക്കെ പലപ്പോഴും ലിക്വിഡിറ്റി ആവാറുണ്ട്. കാരണം അത് നമ്മൾ എല്ലാ ദിവസവും ട്രേഡ് എടുക്കാറില്ല. ചില ദിവസങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ലിക്വിഡിറ്റി ഏരിയകൾ നോക്കുക. നമ്മൾ എന്തുകൊണ്ടാണ് ചെയ്യണമെന്ന് വെച്ചാൽ, പ്രീവിയസ് ഡേയിലൊക്കെ അങ്ങനെ ഒരുപാട് സമയങ്ങളിൽ അങ്ങനെ മാർക്കറ്റ് അതേ സ്റ്റൈലിൽ മാർക്കറ്റ് റിയാക്ട് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് നമുക്ക് മനസ്സിലായപ്പോൾ നമ്മൾ ആ ഒരു സ്റ്റൈൽ ഓഫ് ട്രേഡിങ് എടുക്കുക എന്നുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ സ്ഥിരം മാർക്കറ്റിൽ ഇരിക്കുന്ന സമയത്ത് ഇത്തരം ലിക്വിഡിറ്റി ഏരിയകൾ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പ്രീമിയം 415 റേഞ്ചിലൊക്കെ ഉള്ളത് നോക്കാം നമുക്ക്. ഒരു സ്പൈക്കും കൂടി മുകളിലേക്ക് തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, തൊട്ടടുത്ത് ലിക്വിഡിറ്റി ഏരിയൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് മാർക്കറ്റ്. സ്പോട്ട് ചാർട്ടിൽ അങ്ങനെ ഒരു IDX ക്രിയേറ്റ് ആയിട്ട്, പിന്നെ ഫ്യൂച്ചറിലാണ് ക്രിയേറ്റ് ആയത്. നിഫ്റ്റീൻ്റെ ഒരു ഫ്യൂച്ചറും ഉണ്ട് അതേപോലെ. നിഫ്റ്റി ഇന്ന് തേഴ്സ്ഡേ വ്യാഴാഴ്ച. കഴിഞ്ഞ വ്യാഴാഴ്ചത്തെ മാതിരിയാണെങ്കിൽ ശോകമായിരിക്കും. കഴിഞ്ഞ വ്യാഴാഴ്ച വെറും കൺസോളിഡേറ്റ് ചെയ്ത് മരിച്ചു പോയതാണ് മാർക്കറ്റ്. നിന്ന് ഈ കൺസോൾട്ടേഷൻ, എക്സ്പയറി ഡേയിൽ കൺസോൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഈ എന്താ പറയുക, സീറോ കോൾ എടുക്കുന്ന ആളുകളൊക്കെ പിന്നെ ആട്ടപ്പാട്ടലം തീർന്നു പോകും പരിപാടി. ഒരു ഇന്നത്തോടെ ട്രേഡിങ് നിർത്തും. അങ്ങനത്തെ ദിവസങ്ങൾ ഒറ്റ ദിവസം കൺസോൾട്ടേറ്റ് ചെയ്താൽ മതി.
ഓവർ ട്രേഡ് ചെയ്ത് അങ്ങനെ നമ്മുടെ ലിക്വിഡിറ്റി ഏരിയക്ക് മാർക്കറ്റ് ഫ്യൂച്ചർ ചാർട്ടിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് എൻട്രി എടുക്കാം. ഓക്കെ ഓക്കെ ഡൺ. നമുക്ക് പ്രീമിയം അത്യാവശ്യം നല്ല താഴ്ചയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. 406.95 തന്നെ കിട്ടിയിട്ടുണ്ട്. 410 ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ നോക്കിയ സമയത്ത് 417 ആയിരുന്നു. പക്ഷേ ആ ഒരു തൊട്ടടുത്ത് ലിക്വിഡിറ്റിന് തൊട്ടടുത്ത് ഇങ്ങനെ നിന്ന് കളിച്ചപ്പോൾ അതെടുത്ത് ബ്രേക്ക് ചെയ്തപ്പോൾ പ്രീമിയം ഒരു ഡൗൺ വന്നു. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ ലിക്വിഡിറ്റി എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എടുക്കുന്ന സമയത്ത്, എൻട്രി എടുക്കുന്ന സമയത്തുള്ള പ്രത്യേകത എന്താ വെച്ചാൽ എപ്പോഴും ഒരു സ്പൈക്ക് ഉണ്ട്. എൻട്രി എടുത്ത ഉടനെ പെട്ടെന്ന് പ്രോഫിറ്റ് കാണിക്കും, ചിലപ്പോൾ പിന്നെ എനിക്ക് ലോസ് വരാം. അപ്പോൾ ഞാൻ മാർക്ക് ചെയ്ത ഏരിയയിൽ ഒരു ലിക്വിഡിറ്റി ഉണ്ട് കേട്ടെന്ന് എന്ന് വെച്ചാൽ അപ്സൈഡിലേക്ക് വേണമെങ്കിൽ നോക്കാൻ പറ്റിയൊരു ഏരിയ ഉണ്ട്. ഇനിയിപ്പോൾ അവിടെ എത്തുകയാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് കോസ്റ്റ് പ്രൈസിലേക്ക് വെക്കാം. അല്ലെങ്കിൽ അവിടെ 1:5 എത്തുകയാണെങ്കിൽ ടാർഗറ്റ് ബുക്ക് ചെയ്യുകയും ചെയ്യാം. 100,000 10,000 എബോക്ക് വരികയാണെങ്കിൽ. പക്ഷെ അവിടെ എത്തുമ്പോൾ വരാൻ പ്രയാസമാണ്. ഇനിയിപ്പോൾ നേരെ താഴെ ചെറിയ 1 മിനിറ്റ് ലിക്വിഡിറ്റി എടുത്ത് മുകളിലേക്ക് തന്നെ പോകണമെങ്കിൽ അവിടെ SL അടിച്ചു പോവുകയും ചെയ്യും. കുഴപ്പമില്ല. ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ. സമയം 10:14 ആയിട്ടുണ്ട്. നമ്മളെ എന്താ പറയുക, നമ്മൾ 1:5 റേഞ്ചിലൊക്കെ എത്തിയിട്ടുണ്ടല്ലേ. മാർക്കറ്റ് ഒരു 8,000 തന്നെ പോയിട്ടുണ്ട്. നമുക്കൊരു 10,000 എബോ 10,000 11,000 റേഞ്ചിലൊക്കെ എത്തുകയാണെങ്കിൽ എക്സിറ്റ് ചെയ്യുക. കാരണം ഞാൻ മാർക്ക് ചെയ്ത ഒരു ഏരിയ ടാപ്പ് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ മാർക്കറ്റ് എന്താ മുകളിലേക്ക് പോകാൻ ഒരു പ്രോബബിലിറ്റി ഉള്ള ഒരു ഏരിയ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, കോസ്റ്റ് പ്രൈസിലേക്ക് ഏതായാലും വെച്ചിട്ടുണ്ട്. ഞാൻ ഏതായാലും ഈ ഒരു ട്രേഡിൽ ലോസ് ഉണ്ടാവില്ല, 0 ലോസ് ആയിരിക്കും. മാർക്കറ്റ് ഒരു 1:5 എബോ കുറച്ചൊന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് ബുക്ക് ചെയ്യാം. ബുക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ഇനി പുതിയൊരു അവസരം ഉണ്ടെങ്കിൽ നോക്കാം. ഇനി അല്ലെങ്കിൽ മാർക്കറ്റ് ഇനി ഇവിടുന്ന് റിവേഴ്സ് ചെയ്ത് നേരെ തിരിച്ച് മുകളിലേക്ക് തന്നെ പോവുകയാണെങ്കിൽ നമ്മുടെ SL അടിക്കില്ല. ഞാൻ 0 ലോസിലായിരിക്കും. കോസ്റ്റ് പ്രൈസിലേക്ക് വെച്ചിട്ടുണ്ട്. 1:5 എത്തിയില്ലേ, ഓൾമോസ്റ്റ് 1:5 എത്തിയിട്ട് കോസ്റ്റ് പ്രൈസിലേക്ക് വെക്കാം. ചെറിയൊരു മൊമെൻ്റം കിട്ടുകയാണെങ്കിൽ എക്സിറ്റ് ചെയ്യുക ഇവിടെ തന്നെ. എക്സിറ്റ് ചെയ്താലോ? വീണ്ടും 10 കുഴപ്പമില്ല. ഒന്നും കൂടി ഒരു മൂവ്മെൻറ്റ് വരട്ടെ, എക്സിറ്റ് ചെയ്യാം. 1:5 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 1:5 കഴിഞ്ഞ് 1:6 ഒക്കെ ആവാനായിട്ടുണ്ട്. നമുക്ക് ബുക്ക് ചെയ്യാം, അതാ നല്ലത്. ജസ്റ്റ് ബുക്ക് ചെയ്യാം. ഓക്കെ, ഞാൻ മൊബൈലിൽ അത് ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഓർഡർ ഒക്കെ അവിടെ കാണാം. നമുക്ക് 100 പോയിന്റിലധികം പ്രീമിയം കിട്ടിയിട്ടുണ്ട് ഈ ഒരു ട്രെയിനിൽ. നമുക്ക് ആ സ്പൈക്കിൽ എൻട്രി കിട്ടി. അതാണ് ഞാൻ പറഞ്ഞത്. അടിപൊളി എൻട്രി ആയിരുന്നു. അടിപൊളി എന്ന് വെച്ചാൽ എൻട്രി എടുത്തതിന് ശേഷം ലോസ് കാണിച്ചില്ല. 406 എൻട്രി, 521 എക്സിറ്റ്, 10:05 എൻട്രി, 10:15. വെറും 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. നിയർലി 12,000 റേഞ്ചിലാണ് പ്രോഫിറ്റ് മാർക്കറ്റ്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ എക്സ്പയറി ഡേ ആണെന്ന്. നിഫ്റ്റിയൊക്കെ ഫസ്റ്റത്തെ ആ ഒരു ക്യാൻഡിലിൻ്റെ മുകളിലേക്കും താഴേക്കും ഇതുവരെ പോയിട്ടില്ല കേട്ടോ. ശോകമായ മാർക്കറ്റാണ് തോന്നുന്നുണ്ട് അത് കണ്ടിട്ട്. നിർത്തേ, അതൊരു ചാൻസ് വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, സമയം 12:09 ആയിട്ടുണ്ട്. നമുക്കൊരു എൻട്രി നോക്കാം. അതെന്താ വെച്ചാൽ ഇന്ന് ക്രിയേറ്റ് ചെയ്തൊരു ഹയർ ടൈം ഫ്രെയിം 5 മിനിറ്റ് ലിക്വിഡിറ്റി ഒക്കെ ഫ്യൂച്ചർ ചാർട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് മാർക്കറ്റ്. അപ്പോൾ നമുക്ക് എന്താണ് ഒരു അപ്സൈഡിലേക്ക് എൻട്രി നോക്കാം. പ്രീമിയം ഒക്കെ വളരെ ചെറിയ പ്രീമിയമാണ്, കാരണം എക്സ്പയറി ഡേ ആണ്. മാർക്കറ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ എക്സ്പയറി ഡേക്ക് നല്ല പ്രോഫിറ്റും ഉണ്ടാവും. ഏതായാലും ബൈ ചെയ്തിട്ടുണ്ട്. 24,000 പുട്ട് ഓപ്ഷനാണ് ബൈ ചെയ്തത്. നമുക്ക് എൻട്രി കിട്ടിയത് 44.85 നമുക്ക് നമ്മുടെ ഓർഡർ നോക്കാം. 200 ചെറിയൊരു പ്രോഫിറ്റ്, അതായത് എൻട്രി എടുത്ത ഉടനെ തന്നെ ഒരു സ്പൈക്ക് കിട്ടിയിട്ടുണ്ടല്ലേ നേരത്തെ. അതേപോലെ അടിപൊളിയായിട്ട് വന്നാൽ നമുക്ക് എന്താണ് എക്സ്പയറി ഡേയിൽ ഞാൻ നേരത്തെ പറഞ്ഞു തീറ്റ കൂടുതലെന്ന് പറഞ്ഞ പോലെ തന്നെ ഗാമ സ്പൈക്ക് ഉണ്ടാവും. മാർക്കറ്റ് ഇൻ കേസ് നല്ല മൂവ്മെൻറ്റം തരികയാണെങ്കിൽ പെട്ടെന്നായിരിക്കും പ്രോഫിറ്റ് ഉണ്ടാവുക. നല്ല സ്പീഡിൽ പ്രോഫിറ്റ് ഉണ്ടാവും. തീറ്റ പോലെ തന്നെയുള്ളൊരു പ്രത്യേകതയാണ്. അപ്പം തീറ്റ ഉണ്ടാവും എന്ന് വിചാരിച്ച് നമുക്ക് എല്ലാ വ്യാഴാഴ്ചയും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കഴിഞ്ഞ തേഴ്സ്ഡേ വളരെ ഉള്ള വളരെ തീരെ മൂവ്മെൻ്റ് അല്ലാതെ ഈ എന്താ പറയുക ഈ ഹീറോ കോൾ എടുക്കുന്നവരൊക്കെ ആ പരിപാടി നിർത്തിപ്പിച്ചെടുത്ത ഡേ ആയിരുന്നു. പക്ഷെ അതിൻ്റെ മുൻപത്തെ വ്യാഴാഴ്ച നല്ല മൂവ്മെൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു പ്രഡിക്ഷനിൽ എത്താൻ പറ്റൂല. മാർക്കറ്റ് ഏത് തേഴ്സ്ഡേസിലാണ് മൂവ്മെൻറ്റം കിട്ടുക എന്നും പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒരു പ്രോപ്പർ എൻട്രി സെറ്റപ്പ് വരുമ്പോൾ എൻട്രി എടുക്കുക, നല്ല ലിക്വിഡിറ്റി ഏരിയയിൽ നിന്ന് എൻട്രി എടുക്കുക. പ്രോഫിറ്റ് വന്നാൽ എക്സിറ്റ് ചെയ്യുക, ടാർഗറ്റ് SL വന്നാൽ അത് ആക്സെപ്റ്റ് ചെയ്യത്രേ ഉള്ളൂ. ഇത് ഈ ട്രേഡിലും നല്ലൊരു മൂവ്മെൻറ്റം കാണുന്നുണ്ടല്ലേ. അപ്പോൾ ഉണ്ട് നമ്മൾ എടുത്ത ഉടനെ തന്നെ ലോസ് കാണിക്കാതെ പോകുന്നുണ്ട്, നേരത്തെ അതേപോലെ തന്നെ. ഏതായാലും ഞാൻ അന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചു തരാം.
നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് നേരം താഴേക്കൊക്കെ വന്നിട്ട് പിന്നെ നമ്മൾ വിചാരിച്ച പോലെ ലിക്വിഡിറ്റി ടാപ്പ് താഴെ വന്നിരുന്നു. പക്ഷേ അതിന് ശേഷം മുകളിലേക്ക് ഒറ്റ സ്പൈക്കിൽ എസ് എൽ അടിച്ചു. നമ്മൾ എൻട്രി എടുത്ത് കൊടുത്ത് നിർത്തിയില്ല. അതിന് മുമ്പ് എസ് എൽ ഞാൻ പറഞ്ഞത് തീറ്റ ഡി കെ ഇവൻ മറ്റവനാ. ഇവൻ എക്സ്പയറി ഡേ സ്പെഷ്യൽ ഓപ്ഷൻ സെല്ലിങ് ട്രേഡിംഗ് ആണെന്ന് തോന്നുന്നുണ്ട്. അതായത് എക്സ്പയറി ഡേ സ്പെഷ്യൽ മറ്റേതുണ്ടാവല്ലോ, സീറോ ഹീറോ കോൾ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള സാധനം. അപ്പോൾ റിസ്ക്കിയാണ്. അപ്പോൾ ഏതായാലും നോക്കാം, ഇനി അവസരം വരട്ടെ. അവസരം വരികയാണ് എടുക്കുക, അല്ലെങ്കിൽ ഇനി ട്രേഡ് ചെയ്യണമെന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു ഡേ ആണെന്ന് തോന്നുന്നത്. ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 2:19 ആയിട്ട് കേട്ടോ, 2:19. പിന്നെ ഒരു എൻട്രി ഒന്നും എടുത്തില്ല. മാർക്കറ്റ് ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് സൈഡ് വേസാന്ന് തോന്നുന്നു, ഭയങ്കര സൈഡ് വേസാണ്. നിഫ്റ്റി ഇപ്പോൾ ഇന്ന് ഉണ്ടാക്കിയൊരു ലിക്വിഡിറ്റി ഏരിയ ഒക്കെ ടാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡൗൺ സൈഡിലേക്ക് മാർക്കറ്റ് വരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ട്രേഡ് കൂടെ നോക്കാം. മൂന്നാമത്തെ 2 ട്രേഡ് കഴിഞ്ഞിട്ടുണ്ട്. ഒരു എസ് എൽ ഒരു ടാർഗറ്റാണ് നമുക്ക്. ലാസ്റ്റ് ഇപ്പോൾ സമയം 2:20 ആയില്ലേ. ഇനി ഒരൊറ്റ ട്രേഡും കൂടി അഥവാ ഇതുവരെ കൺസൾട്ടേറ്റ് ചെയ്ത് അവസാനം ഒന്ന് പറഞ്ഞാലോ, പറയാൻ പറ്റല്ലോ. അപ്പോൾ നമുക്ക് ഡൗൺ സൈഡിലേക്ക് വേണമെങ്കിൽ ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാം. ഒറ്റ ട്രേഡും കൂടെ, ലാസ്റ്റ് ട്രേഡ്, അവസാനത്തെ ട്രേഡ് നോക്കാം നമുക്ക്. ഇത് ട്രേഡ് എടുക്കാനുള്ള ലോജിക്ക് ഒരു ഹയർ ടൈം ഫ്രെയിം ഇന്ന് ക്രിയേറ്റ് ചെയ്തൊരു ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി നിഫ്റ്റിയിലൊക്കെ അവിടെ ടാപ്പ് ചെയ്തിട്ടുണ്ട്. അത് 1, 2, 3 ടാപ്പ് ചെയ്തിട്ടുണ്ട്, ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലിപ്പോൾ 1 ടാപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു അവസരം നോക്കാം, ഒരു ഓപ്പർച്യൂണിറ്റി നോക്കാം. കാരണം നിഫ്റ്റിയും ബാങ്കൊക്കെ കുറേ നേരമായിട്ട് നിഫ്റ്റി ഫ്യൂച്ചർ 24,000 മുകളിൽ, ബാങ്ക് നിഫ്റ്റി 51,500 മുകളിൽ അങ്ങനെ സ്പെൻഡ് ചെയ്യുക. ഇൻ കേസ് ചിലപ്പോൾ ഒരു താഴേക്കുള്ളൊരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ, മീൻസ് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ബ്രേക്ക് ഔട്ടും കിട്ടാൻ ചാൻസ് ഉണ്ട്. സമയം 2:21 ആയിട്ടുണ്ട്. നമ്മൾ എൻട്രി എടുത്തിട്ടുണ്ട്, ഒരു പുട്ട് ഓപ്ഷൻ എടുത്തിട്ടുണ്ട്. എൻട്രി കിട്ടിയത് നമുക്ക് 43.52 43 സംതിങ് ഒക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷേ എൻട്രി നമുക്ക് സ്പൈക്കിൽ ജസ്റ്റ് എൻട്രി എടുത്തതിന് ശേഷം കണ്ടോ മാർക്കറ്റ് സഡൻ ആയിട്ടൊരു ഡൗൺ സൈഡ് മൂവ്മെൻറ്റും കാണിക്കും. ഞാൻ എക്സാക്ട്ലി എൻട്രി എടുത്ത് ഏരിയ മാർക്കറ്റ് ഉണ്ടോ ഒരു താഴേക്കുള്ളൊരു സ്പൈക്ക് വന്ന്. പക്ഷേ മാർക്കറ്റിൻ്റെ ഒരു ഇന്നത്തെ ഒരു ക്യാൻഡിൽസ് ഒക്കെ നോക്കിയെന്ന് എന്താ ഇപ്പോൾ കഥ. ട്രേഡ് എടുക്കേണ്ടില്ല ചെയ്യുന്നുണ്ട്, എടുത്തിട്ടും പോകില്ലല്ലോ മാർക്കറ്റ്. ഒരു ലിക്വിഡിറ്റി അവിടെ ടാപ്പ് ചെയ്ത് ഇവിടെ ടാപ്പ് ചെയ്ത് അനക്കല്ലാതെ നിൽക്കുക മാർക്കറ്റ്. എന്താണ് ഇന്ന് പ്രീമിയം ഒക്കെ ഉണ്ടോ? ഞാൻ രാവിലത്തെ അടുത്തൊരു ട്രേഡ് തന്നെ, രണ്ടാമത്തെ നിഫ്റ്റിൻ്റെ ട്രേഡ് തന്നെ, അങ്ങോട്ട് പോയിട്ടും പ്രീമിയത്തിനൊരു അനക്കൊന്നുമില്ല. ഇപ്പോൾ താഴേക്ക് വന്നിട്ടും മുഴേക്ക് വന്നാലും മാർക്കറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയൊരു മൂവ്മെൻ്റ് ഒന്നും കാണിക്കുന്നില്ല. എന്താ അറിയില്ല ഇന്ന് എന്താ നിഫ്റ്റിൻ്റെ ഒരു വരയൊക്കെ നോക്കി ഇന്നത്തെ ഒരു മാർക്കറ്റ് ഗ്രാഫ്, ഇന്നത്തെ ചാർട്ട് നോക്കിയാലൊക്കെ കോമഡിയാണ്. നാട്ടെന്ന് ഇഴഞ്ഞ് നീങ്ങുക. ഞാൻ പറഞ്ഞ പോലെ തന്നെ ബൊമ്പാസ്റ്റിക്കലാണ്. ഇതാണ് എന്താ പറയുക, എക്സ്പയറി ഡേ സ്പെഷ്യൽ പണി തരില്ല. ഏതായാലും നമ്മളെ ലിക്വിഡിറ്റി ഏരിയ എന്നാണ് എൻ്റെ അടുത്ത് നമ്മളെ പ്രതീക്ഷ. മാർക്കറ്റ് താഴേക്ക് ഇനി ഒരു സ്പൈക്കുന്നാണ്. താഴേക്കാണ്ട് സ്പൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ എക്സ്പയറി ഡേ ആണ്, അതും വെച്ചാണ് സ്പൈക്ക് കിട്ടിയ എക്സ്പയറി ഡേയിൽ നമ്മൾ വിചാരിക്കും 20 പോയിന്റ് പ്രോഫിറ്റ് കിട്ടണോടത്ത് ചിലപ്പോൾ 40 കിട്ടും. അങ്ങനെയുണ്ട്. നമ്മൾ എക്സ്പയറി ഡേനെ കുറ്റം പറയാനൊന്നും വേണ്ട, പിന്നെ നോക്കാം. ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം എന്താ അവസ്ഥ നോക്കാം. സമയം 2:22 ആയില്ലേ. 3 മണി 3:10 നമുക്ക് ഏതായാലും അഥവാ എസ് എൽ അടിച്ചിട്ടില്ലെങ്കിലും ടാർജറ്റ് അടിച്ചില്ലെങ്കിലും ആ സമയത്ത് എക്സിറ്റ് ചെയ്യേണ്ടി വരും. എക്സ്പയറി ഡേ ആണ്. നോക്കാം. ഇനി ഇതിന് മുമ്പ് തന്നെ തീരുമാനമാവും മിക്കവാറും. എസ് എൽ ആണെങ്കിൽ പെട്ടെന്ന് തീരുമാനമാവും. കാരണം ആ ഒരു ഏരിയയിലേക്ക് ചിലപ്പോൾ ഒന്നുകൂടിയാണ് മുകളിലേക്ക് പോയാൽ മതിയാവും. നമ്മൾ എസ് എൽ അടിച്ചു പോകും. കാരണം പ്രീമിയം അങ്ങനെ ഇങ്ങനെ അതാണ് എക്സ്പയറി ഡേ ആകുമ്പോൾ റിവേഴ്സൽ വരുമ്പോൾ പ്രീമിയം ആയിട്ട് മെൽറ്റാവും ചെയ്യും. പക്ഷേ ഒരു ഇത് കാണിക്കുന്നുണ്ടല്ലേ താഴേക്ക് വരാനുള്ളൊരു, നമ്മൾ എൻട്രി എടുത്തതിന് ശേഷം ഒരു പൊട്ടി മുകളിലേക്ക് പോയിട്ടില്ല. അങ്ങനെ ഒരു ഗുണമുണ്ട്. നോക്കാം. ഇനിയിപ്പോൾ താഴെ ചെറിയൊരു ലിക്വിഡിറ്റി എടുത്ത് മുകളിലേക്ക് തന്നെ പോകും, അതറിയില്ല. അതെല്ലാം അപ്ഡേറ്റ് ചെയ്യാം. സമയം 2:59. നമ്മൾ ട്രേഡ് 2:20 കണ്ടെടുത്താൽ ഓൾമോസ്റ്റ് 40 മിനിറ്റ് ആവാനായി. ഇതൊരു എസ് എൽ അടിച്ചിട്ടില്ല, ടാർജറ്റ് അടിച്ചില്ല. ഞാൻ പറഞ്ഞു തന്നെ ഇന്ന് ഇതിൻ്റെ അവസാനമാണ് നിഫ്റ്റിൻ്റെ. ശരശയ്യലാന്ന് തോന്നുന്നു. നമുക്ക് ഏതായാലും 3 മണിയാകുമ്പോൾ എക്സിറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ വെറുതെ സമയം കളഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ തീറ്റ ടിക്ക് അടിച്ചാൽ 3 മണിയായി എക്സിറ്റ് ചെയ്യാം. നമുക്ക് അതാ നല്ലത്. ഡൺ, എക്സിറ്റഡ്. നമ്മളന്നത്തെ 3 ട്രേഡും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു ടാർജറ്റും ഒരു എസ് എല്ലും ഒരു കോസ്റ്റ്
മീൻസ് ഒരു പിന്നെ പോസ്റ്റ് ലോസ് അല്ല, ഒരു 6 പോയിന്റ്സ് SL അടിച്ച് അതേ പോയിന്റ്സിൻ്റെ അടിച്ച് ടാർഗറ്റ് 3 ട്രേഡ് ഇത് അവിടെ കാണാം. ഓർഡർ ഒരുപാട് ഓർഡർ കാണാം, പക്ഷേ അതൊക്കെ 3 ട്രേഡുള്ള ആകെ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടാണ്. ഫസ്റ്റത്തെ ട്രേഡ് കാണാം, രണ്ടാമത്തെ മൂന്നാമത്തെ ഒക്കെ അവിടെ കാണാം. എനിവേ ഇന്ന് നമ്മളെ 3 ഓപ്പർച്യൂണിറ്റി നമ്മൾ വിനിയോഗിച്ചിട്ടുണ്ട്. ഞാൻ വിചാരിച്ച് 2 നിർത്താമെന്ന് വിചാരിച്ചു. ഇനി അമ്മമാരത്തെ കൺസൾട്ടേഷൻ കണ്ടു, പക്ഷേ ഒന്നും കൂടി ഒന്ന് പരീക്ഷിച്ച് നോക്കിയത് മാർക്കറ്റ് അഥവാ പോയാലോ. കൺസൾട്ടേഷൻ എന്നൊക്കെ ഇപ്പോൾ മാർക്കറ്റ് കഴിയുമ്പോൾ പറയാൻ സുഖമാണ്, അപ്പോൾ പറയാൻ പറ്റും. ചിലപ്പോൾ ആ സമയത്ത് ഒരു സ്പൈക്ക് കിട്ടിയാലോ എന്ന് വിചാരിച്ചു ട്രേഡ് എടുത്തു. അതും കുഴപ്പമില്ല, അത് വലിയൊരു നഷ്ടമില്ല. ചെറിയ പ്രോഫിറ്റിൽ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. 6 പോയിന്റ് പ്രോഫിറ്റ് 3 മണിയായപ്പോൾ നമ്മൾ എക്സിറ്റ് ചെയ്തു. അപ്പോൾ ഓവറോൾ ഇന്ന് 12,000 അടുത്ത് പ്രോഫിറ്റാണ്. എനിവേ താങ്ക് യു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്സ് കൂടുന്നതനുസരിച്ച് നമ്മുടെ വീഡിയോക്ക് ഒരു റീച്ച് കൂടാൻ ഹെൽപ്പ് ആവും. അപ്പോൾ എല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്യുക. താങ്ക് യു. ഇനി നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം. ബൈ.